പുളിച്ചയ്ക്ക അച്ചാർ എങ്ങനെ ഇടാമെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും. നിങ്ങളിത് കണ്ടിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം നമ്മളിടുന്ന ഓരോ വീഡിയോയും എല്ലാവർക്കും പോയി എത്തുകയാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഈ പുളിച്ചക്ക കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്കിൻ കെയറിന് വളരെ നല്ലതാണ്. പിമ്പിൾസൊക്കെ വരാതെ നമ്മുടെ സ്കിന്നിനെ രക്ഷിക്കും. പിന്നെ ഷുഗറിന് നല്ലതാണ്. ഇതിൽ കാൽസ്യം, അയൺ, പ്രോട്ടീൻ ഇങ്ങനെയുള്ള വിറ്റാമിൻസുകളൊക്കെ ഉള്ള B12 ഇങ്ങനെയുള്ള വിറ്റാമിൻസുകളൊക്കെ ഇതിലുള്ളത് കൊണ്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക്. ഇതൊക്കെ എനിക്കറിയാവുന്ന ഞാൻ കൊച്ചുകുട്ടിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഒക്കെയാണ് പറയുന്നത്. പക്ഷേ മുമ്പൊക്കെ ഉള്ള നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സയൻസിൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും നിരാകരിച്ചാലും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. അവർക്ക് പഠിക്കാനുള്ള പഠിപ്പുകളൊക്കെ കുറവെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയായിരുന്നു നമ്മുടെ അമ്മൂമ്മമാർക്ക്. പക്ഷേ ഞാൻ ചെറിയ വയസ്സിലിരുന്ന് എൻ്റെ അമ്മൂമ്മയൊക്കെ ജോലി ചെയ്യുമ്പം അവരുടെ അടുത്ത് ഇരുന്ന് കണ്ട് ഞാൻ പെട്ടെന്ന് സ്പീഡായിട്ട് എല്ലാ ജോലിയും ചെയ്യും. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നതൊന്നും അല്ല. അച്ചാറൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ടിടും. കുക്കിങ്ങൊക്കെ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്യും. ആരും ഇതുവരെയ്ക്കും എൻ്റെ കുക്കിംഗ് കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ നമ്മൾ വീട്ടിൽ എപ്പോഴായാലും ആർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും മുറ്റത്തെ മുല്ലയ്ക്ക് മണം കാണുമല്ലോ. നമ്മൾ വീട്ടിലുള്ളവർ ഒരിക്കലും നമ്മളെ പുകഴ്ത്തി പറഞ്ഞിട്ടൊന്നും ഇല്ല. മനസ്സിൽ വിചാരിച്ചിരിക്കുമായിരിക്കും കൊള്ളത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നതായിരിക്കും. പക്ഷേ ഇതുവരെയ്ക്കും എൻ്റെ അടുത്ത് പുകഴ്ത്തിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇത് അത്രയും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഈ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ബോറടിക്കും. കാരണം നിങ്ങൾക്കും ഒരുപാട് ജോലിയൊക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് തന്നെ ഈ വീഡിയോ ഞാനൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പം ഇത്രയും മതി. ഞാൻ അപ്പം മിക്സ് ചെയ്തിട്ട് അതെല്ലാം ഞങ്ങൾക്ക് മിക്സ് ചെയ്ത് കാണിക്കാം. അപ്പം ഇത് ഇങ്ങനെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിൽ ഈ കട്ട് ചെയ്ത പുളിച്ചക്ക ഇതിലിടുക. ഇട്ടതിന് ശേഷം ഇതിൽ 1, 2, 3 സ്പൂൺ ആവശ്യത്തിന്, ചിലവർക്ക് ഉപ്പ് കൂടുതൽ കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കൂടുതൽ അതായത് എന്താ പറയുക നല്ല ഉപ്പ് ആയിരിക്കും ഇഷ്ടം. ഇത് മഞ്ഞൾപ്പൊടി, ഇത് 1 ടേബിൾ സ്പൂൺ ഇടുക. ഇത് ഉലുവാപ്പൊടി, ഉലുവ എന്ന് പറയും, തമിഴ്നാട്ടിൽ വെന്തയം എന്ന് പറയും. ഉലുവാപ്പൊടി ഇത്രയും ഇടുക. 1 ടേബിൾ സ്പൂൺ ഇടുക. അപ്പുറം ചില്ലി പൗഡർ, വത്തൽ മുളക് പൊടി, അതൊരു 4 ടീസ്പൂൺ ഇടുക. പിന്നെ ഇത് കായമാണ്. ഇത് LGയുടെ കായാണ്. ഇത് കമ്പനി വിളംബരമൊന്നും അല്ല. എനിക്ക് ഈ കായാണ് ഇഷ്ടം. ഞാൻ കുക്കിംഗ് ആരംഭിച്ചതിൽ നിന്ന് ഞാൻ ഈ കായ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്കിതാണ് വളരെ ഇഷ്ടപ്പെട്ടത്. ഞാൻ കായത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യാനൊന്നും പോകത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയെങ്കിൽ ഞാനത് ലാസ്റ്റ് വരെയും ആ കമ്പനി വിട്ട് പ്രോഡക്റ്റിനെ മാറ്റുകയൊന്നുമില്ല. പിന്നെ മാറ്റുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ടപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മളിത് കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. അടുത്ത പരിപാടി ഇവിടെ എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒരു 1/2 കപ്പ്, ഒരു 1/2 ഗ്ലാസ് 1/2 കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഉളറുകയാണ്.
ഉളറുക മീൻസ് തടുമാറുകയാണ്, എന്ത് പറയണമെന്നറിയാതെ തടുമാറുകയാണ്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ കൂട്ടി വയ്ക്കാം. സ്റ്റവ് കൂട്ടി വെച്ചാലല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഈ പഴയകാലത്തെ അമ്മൂമ്മമാർക്കൊക്കെ ഇതൊക്കെ വന്ന് ചെയ്യാനറിയാം. പക്ഷെ ഇപ്പോൾ ഉള്ള ജനറേഷനുകൾക്കൊന്നും ഈ പുളിച്ചക്കായൊക്കെ അവർ കണ്ടിട്ടുണ്ടോ പോലും എനിക്ക് സംശയമാണ്. ഇതൊക്കെ ഈ മരങ്ങളൊന്നും ഇപ്പോൾ ആരും വളർത്താനുമില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഞാനിതിപ്പോൾ ഒരാളെടുത്ത് പറഞ്ഞ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാൻ വേണ്ടി. പിന്നെ ഈ പുളിച്ചക്കയുടെ ഇന്നൊരു വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പുളിച്ചക്ക ഇപ്പം ഈ പുളിച്ചക്കയുടെ വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് വന്ന് കഴിക്കുന്നത് ഈ പല്ലിൻ്റെ കറകളൊക്കെ പോകാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ കടുകിട്ടു, അടുത്തത് കരിവേപ്പില ഇടുകയാണ്. കരിവേപ്പില ഇടുക, അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ഇടുകയാണ്. ഇത് മിക്സ് ചെയ്ത് പുളിച്ചക്ക മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇതിനെ നമ്മളിതിൽ ഇളക്കി കൊടുത്ത് കുറച്ച് വേഗം, ഇത് പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കണ്ടില്ല, പെട്ടെന്ന് തന്നെ വേഗം. തീ അല്പം കുറച്ച് വയ്ക്കുകയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അച്ചാറില്ലാതെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ എനിക്കുണ്ട് കേട്ടോ. എനിക്കൊരു ഇച്ചിരി അച്ചാറുണ്ടെങ്കിൽ മാത്രമേ ആഹാരം കഴിച്ചോട് തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ വന്ന് ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ പുറത്ത് വെച്ച് സൂക്ഷിക്കണമെങ്കിൽ ഇതിൽ കുറച്ച് വിനീഗർ ചേർക്കുകയാണ്.